3 നാൾ മത്സ്യത്തിനുള്ളിൽ കഴിഞ്ഞൊരു യൗനാൻ പ്രവാചകൻ പോൽ ക്ലേശങ്ങളെല്ലാം പിന്നിട്ടു നാഥൻ 3-ാം ദിനമുയർക്കും. യോന പ്രവാചകനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവം യോന പ്രവാചകനെ നിനവേ എന്ന് പറയുന്ന മഹാനഗരമായ പട്ടണത്തിലേക്ക് അയക്കുന്നു. അവരെ ഇസ്രായേൽക്കാരല്ല, അവര് വിജാതീയരാണ്, ക്രിസ്ത്യാനികളല്ല, വിജാതീയ ജനമാണ്. ദൈവം അവരെയും സ്നേഹിക്കുന്നു എന്നതിന്റെ വലിയൊരു തെളിവാണ് ആ മനുഷ്യരെ പാപം ചെയ്ത് അവരുടെ ദുഷ്ടത ദൈവസന്നിധിയിൽ എത്തിയപ്പോൾ ആ പ്രവാചകനെ ദൈവം വിളിച്ചിട്ട് ആ പട്ടണത്തിലേക്ക് അയക്കുകയാണ്. അവരുടെ കടം വീട്ടി തരാമെന്ന് പറയാനല്ല, അവരെ രോഗം മാറ്റി തരാമെന്ന് പറയാനല്ല, അവരെ വീട് പണി പൂർത്തിയാക്കാനല്ല പറഞ്ഞയച്ചത്. ആ പ്രവാചകനെ ദൈവം പറഞ്ഞയച്ചത് 40 ദിവസം കഴിയുമ്പോൾ അവരുടെ ദുഷ്ടതയുടെ പേരിൽ ആ പട്ടണത്തെ തകർത്ത് തരിപ്പണമാക്കി കളയും എന്ന് പറയാൻ വേണ്ടിയാണ്. ആ മുന്നറിയിപ്പുമായിട്ടാണ് പ്രവാചകൻ അങ്ങോട്ട് അയക്കുന്നത്. പ്രവാചകൻ കുറച്ച് അനുസരണക്കേടൊക്കെ കാണിക്കുന്നുണ്ട്, അതിനുള്ള ശിക്ഷ ആൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ആ നിനവേ പട്ടണത്തിലേക്ക് നടക്കുകയാണ്. അപ്പോ 1,20,000-ലേറെ മനുഷ്യരെ, അത്രത്തോളം മൃഗങ്ങളും തിങ്ങിപ്പാർക്കുന്ന മഹാനഗരത്തിലേക്ക് പ്രവാചകൻ ചെല്ലുകയാണ്. പ്രവാചകന്റെ നാവിലൂടെ സംസാരിക്കുന്നത് ദൈവമാണ്. ദൈവത്തിന്റെ ആത്മാവാണ് പ്രവാചകനിലൂടെ സംസാരിക്കുന്നത്. നമുക്കറിയാം, പുതിയ നിയമത്തിൽ സമരിയക്കാരി, ആർക്കും വേണ്ടാത്തവള്, അവള് യേശുവിന്റെ അടുത്ത് വന്ന് ദൈവത്തിന്റെ വചനം കേട്ട് വരാനിരിക്കുന്ന മിശിഹ ഞാൻ കാത്തിരിക്കുന്നവളാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈശോ പറയാണ്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് വരുവാനിരിക്കുന്ന മിശിഹ. ആ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ഈശോ ആദ്യം പറഞ്ഞൊരു വചനമുണ്ട്, ഞാൻ ആരാണെന്നും എന്നോട് ചോദിക്കുക, ഞാൻ നിനക്ക് ജീവന്റെ ജലം തരാമെന്ന് പറഞ്ഞ ഈശോ തിരിച്ചറിഞ്ഞപ്പോൾ ഈശോയുടെ മുന്നിൽ അവൾ മുട്ടുകുത്തി, ആ ജീവജലമാകുന്ന പരിശുദ്ധാത്മാവിനെ എനിക്കും തരിക എന്ന് പറഞ്ഞ് അവൾ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് അവൾ വെള്ളത്തിന്റെ ആ കുടം പോലും എടുക്കാതെ തിരിച്ച് പട്ടണത്തിലേക്ക് പോയി. അവിടെയുള്ള ജനങ്ങളോട് സംസാരിച്ചത് അവളുടെ നാവിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് സംസാരിച്ചത്. കേട്ടവർ യേശുവിന്റെ പക്കലേക്ക് വന്നു എന്നതുപോലെ പ്രവാചകന്റെ നാവിലൂടെ ദൈവം സംസാരിച്ചപ്പോൾ ജനത്തിന് കേൾക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവരത് കേട്ടു, അവര് ദൈവത്തിൽ വിശ്വസിച്ചു. വിജാതീയ ജനം സത്യദൈവത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞപ്പോൾ ആ പ്രവാചകന്റെ അധരത്തിലൂടെ ദൈവം സംസാരിച്ച ആ തിരുവചനങ്ങൾ കേട്ടപ്പോൾ അവര് ദൈവത്തിൽ അവർ വിശ്വസിച്ചു. അവർ ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് ദൈവം കണ്ടപ്പോൾ അവരെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞ ദൈവം ശിക്ഷിക്കാതെ അവരോട് കരുണ കാണിച്ചു. എല്ലാ മക്കളും മാനസാന്തരപ്പെട്ടു, ദൈവാനുഭവത്തിലേക്ക് വന്നു. പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അവർ പശ്ചാത്തപിക്കുവാനും ദുഷ്ടതയിൽ നിന്ന് പിന്തിരിയാനും തയ്യാറായപ്പോൾ ശിക്ഷിക്കുമെന്ന് പറഞ്ഞ ദൈവം ശിക്ഷ പിൻവലിച്ച് അവരനുഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് നമ്മള് ഒരു വർഷക്കാലമായി നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്തു പോയിട്ടുള്ള നിരവധിയായ പാപങ്ങൾക്ക് കണ്ണീരോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ച് നല്ലൊരു കുമ്പസാരം കാഴ്ചവെച്ച് വ്യക്തികളോട് ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിച്ച്, എന്തെങ്കിലും പാപം ചെയ്ത വ്യക്തികള് അതിന് പരിഹാരം ചെയ്ത് ദാനധർമ്മം ചെയ്ത് ദശാംശം കൊടുത്ത് നമ്മൾ ജീവിക്കാൻ തയ്യാറായാൽ ഈ നോമ്പുകാലം നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായി തീരുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. എന്റെ ജീവിതത്തിലും അതുപോലെ കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ 1990 മുതലാണ് സുവിശേഷം പറയാനായിട്ട് ആരംഭിച്ചത്. ഞാൻ 90-ന് മുമ്പ് 33 വയസ്സ് വരെ ജീവിച്ചത് ബൈബിൾ കണ്ടിട്ടില്ല, ദൈവത്തിന്റെ വചനം കേട്ടിട്ടില്ല. കുർബാനയ്ക്ക് പോവും, ഇറച്ചി മേടിച്ചു വരും, അതാണ് എൻ്റെ ജീവിതം. പക്ഷേ ഞാൻ ദൈവത്തിന്റെ വചനം കേട്ടു. മത്തായി 6:33, ആദ്യം നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും അന്വേഷിക്കുക, അവയോടൊപ്പം ബാക്കിയെല്ലാം കർത്താവ് കൂട്ടിച്ചേർക്കുമെന്ന വചനം ഒരു ഹൈന്ദവ സഹോദരിയുടെ അധരത്തിലൂടെ ഞാൻ കേട്ടു. അത് കേട്ട നിമിഷത്തിൽ തന്നെ എന്റെ 14 വർഷം ഞാൻ അനുഭവിച്ച നടുവേദന കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവത്തിന്റെ വചനത്തിന് വലിയ ശക്തിയുണ്ട്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കെ തന്നെ ഈശോ പറഞ്ഞിട്ടുണ്ട്, ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ നിങ്ങൾ ശുദ്ധിയുള്ളവരായിത്തീരും, ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ നിങ്ങൾ സൗഖ്യമുള്ളവരായിത്തീരും. ദൈവത്തിന്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, പിന്നെ അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനം പാറയെ തകർക്കുന്ന കൂടമാണ്. ഇടിച്ചു തകർക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും പെഴുതെറിയാനും വേണ്ടിയാണ് ദൈവം ഒരു വ്യക്തിയുടെ അധരത്തിലൂടെ ദൈവത്തിന്റെ വചനം നൽകുന്നത്. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഈ നോമ്പുകാലം അനുഗ്രഹമായി തീരുവാൻ നമ്മൾ പശ്ചാത്തപിക്കുവാനും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് 100% ഹൃദയപരിശുദ്ധിയുള്ളവരായി നമ്മൾ നന്മ ചെയ്യുന്നവരായി, ആരോടെങ്കിലുമൊക്കെ ശത്രുതയും വെറുപ്പൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ച് നമുക്ക് ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നമുക്കും ദൈവത്തിന്റെ സന്നിധിയിൽ
വിലപ്പെട്ട മക്കളായി നമുക്ക് മാറാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.